ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4-ലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് ആയിട്ട് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 4 പേരെ തെരഞ്ഞെടുത്ത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 4 പേരെയല്ല 6 പേരെയാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ആളാണ് ഇറ്റ്സ് മീ അലോൺ, രണ്ടാമത്തത് ഫൈസൽ, മൂന്നാമത്തത് റൈഹാൻ, നാലാമത്തത് സച്ചൂസ് എഡിറ്റ്സ്, അഞ്ചാമത്തത് സനിക, ആറാമത്തത് ലിയോ മെസ്സി. ഈ പറയുന്ന 6 പേരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ബാക്കിയുള്ളവർക്കും ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കറക്റ്റ് ആൻസർ പറയുന്നതിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും 6 പേരെ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യുക. പിന്നെ കമന്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ പേരുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹാഷിര ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു മലയിലൂടെ വളരെ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനോട് ടെങ്കൻ ഉസൂയി പറയും, നിങ്ങൾ വളരെ പതുക്കെയാണ് ഓടുന്നത്, സൂര്യൻ അസ്തമിക്കാൻ ഇനിയധികം സമയമില്ല. ശേഷം പതിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡീമൺ സ്ലേയറിനെ തടഞ്ഞു നിർത്തിയിട്ട് നിന്റെ കാല് മുന്നിലേക്ക് വെച്ച് കൈ നല്ലതുപോലെ വീശ്. അങ്ങനെ കൈ പെട്ടെന്ന് വീശിക്കൊണ്ട് ആ ഡീമൺ സ്ലേയർ അവിടുന്ന് ഓടിപ്പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു പവർ വർദ്ധിപ്പിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബേസിക്സ് മെച്ചപ്പെടുത്ത്. ഇങ്ങനെയൊക്കെ ടെങ്കൻ പറഞ്ഞിട്ടും ഒരു ഡീമൺ സ്ലെയർ വീക്കായിട്ട് നിൽക്കുന്നത് കാണുന്ന ടെങ്കൻ ഒരു വടി കൊണ്ട് അവന്റെ വയറിലേക്ക് കുത്തിപ്പിടിക്കും. നീ ഇപ്പോഴേ ഇത്രയും വീക്കാണെങ്കിൽ ഷിനസുഗാവയും കാൻഡ്രോജിയും നടത്തുന്ന ട്രെയിനിങ്ങുകളൊന്നും നിനക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. എന്തൊരു കഷ്ടം. ഇപ്പൊ ഇതൊക്കെ കണ്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ്, ഇയാളുടെ ട്രെയിനിങ് ഇപ്പോഴേ നരകം, അപ്പൊ ബാക്കിയുള്ളവരുടെ ട്രെയിനിങ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അതിനുശേഷം ട്രെയിനിങ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് നിലത്ത് കിടക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനെയൊക്കെ ടെങ്കൻ പെറുക്കിയെടുത്ത് അടിക്കുന്ന ആ സമയത്ത് ഊസൂയി എന്ന് വിളിച്ചിട്ട് ആഞ്ചലോ ദൂരത്ത് നിന്ന് ഓടി വരുന്നു. ടാഞ്ചിറോയെ കണ്ട ടെങ്കൻ, ഓ ടാഞ്ചിറോ, നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. അതിന് ടാഞ്ചിറോ, അതെ ഒരുപാട് കാലമായി. അതിരിക്കട്ടെ, നീ കഴിഞ്ഞ പ്രാവശ്യം അപ്പർമൂണിന്റെ കൂടെ ഫൈറ്റ് ചെയ്തു എന്ന് കേട്ടു. പക്ഷെ നീ ഭാഗ്യവാനാണ്, നിന്റെ ബോഡിയിൽ അതിന്റെ യാതൊരു പരിക്കും കാണാനില്ല. അതിന് ടാഞ്ചിറോ, അതെ ഞാൻ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എങ്കിൽ ശരി, നിന്റെ ഈ ഇളകാത്ത ബോഡി നമുക്കൊന്ന് ഉണർത്തിയെടുക്കാനുള്ള സമയം ഇതാണ് എന്ന് ടെങ്കൻ പറയുമ്പോ ടാഞ്ചിറോ, അതിന് ഞാൻ റെഡിയാണെന്ന് പറയും. അങ്ങനെ ടാഞ്ചിറോ അവന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ബാക്കിയുള്ളവരെക്കാൾ ചുറുചുറുക്കോടെയാണ് ടാഞ്ചിറോ ട്രെയിനിങ് ചെയ്യുന്നത്. മറ്റുള്ളവർ ക്ഷീണിച്ചു കിടക്കുന്ന സമയത്ത് ടാഞ്ചിറോ അപ്പോഴും ട്രെയിനിങ് ചെയ്തു. അതിനുശേഷം ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടെങ്കൻ ഉസൂയിയുടെ ഭാര്യമാര് ടാഞ്ചിറോയെ കണ്ടു. ഓ ടാഞ്ചിറോ, നീ അവസാനം വന്നല്ലോ. അപ്പോൾ ടാഞ്ചിറോ അവരോട്, നിങ്ങൾ എന്നെ കഴിഞ്ഞ മിഷനിൽ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നു. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, പറഞ്ഞു വരുമ്പോ ഞങ്ങൾ നിന്നോടാണ് നന്ദി പറയേണ്ടത്. ഇപ്പൊ സുമ പറയും, ടാഞ്ചിറോ നിന്റെ മുഖം ഒന്ന് നന്നായിട്ടുണ്ട്. അതിന് മാക്കിയോ, അതെ കുറച്ച് വലിയ ആൾക്കാരെ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ടെങ്കൻ ഡീമൺ സ്ലേയേഴ്സിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിങ് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഭക്ഷണം തിന്നാത്തവന്മാരുടെയൊക്കെ ട്രെയിനിങ്ങിന്റെ എണ്ണം ഞാനങ്ങ് കൂട്ടും. ഏയ് വേണ്ട, ഞങ്ങൾ തീർത്തു. അപ്പോൾ ടാഞ്ചിറോ അവന്റെ ഭക്ഷണവും അവൻ ചോദിച്ചു വാങ്ങി തിന്നു. അതിനുശേഷം കാണിക്കുന്നത് ഭക്ഷണം തിന്നോണ്ടിരിക്കുന്ന 2 ഡീമൺ സ്ലേയേഴ്സിനെയാണ്. നിനക്ക് രാത്രി പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി ഇല്ലേ? വേണമെങ്കിൽ നിന്റെ പകരം ഞാൻ പോവാം. നടക്കില്ല മോനെ, പെട്രോളിങ്ങിന്റെ ഡ്യൂട്ടി ഉണ്ടായാൽ രാവിലെ ട്രെയിനിങ്ങിന് വരേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയൊക്കെ പറയുന്ന അവർ രണ്ടുപേരും രാത്രി പെട്രോളിങ്ങിന് പോകുന്നു. ഇപ്പൊ ഡീമൺസിനെ ഒന്നും അധികം ആരും കാണുന്നില്ല. അവര് പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി. എന്നിരുന്നാലും ഈ രാത്രി നല്ലതുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. ഞാൻ കേട്ടത് ഡീമൺസ് മുഴുവൻ നെസുകോ എന്ന പെണ്ണിന്റെ പുറകെയാണെന്നാണ്. ഹേയ് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഡീമൺസിനോട് ചോദിച്ചു നോക്കിയോ അവരെന്തിനാണ് കാണാതായതെന്ന് എന്നിങ്ങനെയൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ഡീമൺ സ്ലെയറിനെ കാണാതായി. അതുകൊണ്ട് മറ്റേ ഡീമൺ സ്ലെയർ, ഹേയ് നീ എവിടെ, നീ എങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് കുറച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് കാണാതായ ഡീമൺ സ്ലെയർ അവന്റെ മുന്നിലേക്ക് ചാടി അവനെ പേടിപ്പിക്കുന്നു. നീ കണ്ടോ, ഇതുപോലെയാണ് ഡീമൺസ് ഒളിച്ചു നിന്ന് ആൾക്കാരുടെ അടുത്തേക്ക് ചാടുന്നത്. ഡാ നാറി, മനുഷ്യന്റെ ഉള്ള ജീവൻ പോയി, ഇനി മേലാ നീ ഈ പണി കാണിച്ചു പോരുത്, പോട്ടെടാ, നീ എന്നോട് ക്ഷമിക്കേ എന്നിങ്ങനെയൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് മറ്റൊരു ശബ്ദം വരുന്നു. അത് കേട്ട് രണ്ടുപേരും പേടിക്കും. നീ ഇതുപോലെ ഒരിക്കലും ചെയ്യരുത്, നമുക്ക് പെട്രോളിങ് വേഗം തീർത്തിട്ട് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പോകുമ്പോ ആ സൗണ്ട് കേട്ട ഭാഗം ഒന്നുകൂടി കാണിക്കുന്നു. പെട്ടെന്നാണ് 4 എഴുതിയ ഒരു കണ്ണ് കാണിക്കുന്നത്. ഉടനെ ആ കണ്ണ് ഡീമൺ സ്ലേയേഴ്സിന്റെ പുറകെ തന്നെ പോകുന്നു. അതിനുശേഷം രാവിലെയാണ് കാണിക്കുന്നത്. അവരുടെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടെങ്കൻ പറയും, എല്ലാവരും 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് മാറി. അങ്ങനെ എല്ലാവരും 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് മാറി. ടാഞ്ചിറോ ഒരു വലിയ ഡീമൺ സ്ലെയറിനെ തന്നെ എടുത്ത് മല കയറാൻ തുടങ്ങി. മല കയറി എല്ലാവരും ക്ഷീണിച്ച് നിലത്ത് വീണു. പക്ഷെ ടാഞ്ചിറോ മാത്രം വീണ്ടും ട്രെയിനിങ് ചെയ്യുന്നു. അത് കാണുന്ന ഡീമൺ സ്ലേയേഴ്സ്, നമുക്ക് അപ്പർ റാങ്ക് ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇവന്റെ എത്ര ശക്തി വേണോ? അതിനുശേഷം ഭക്ഷണം തിന്നോണ്ടിരിക്കുന്ന സമയത്ത് ഡീമൺ സ്ലേയേഴ്സ് ടാഞ്ചിറോയോട് ചോദിക്കും, ഈ അപ്പർ റാങ്ക്സ് എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ അവർക്ക് നല്ലതുപോലെ ശക്തിയുണ്ടോ, അതുപോലെ അവരെങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ടാൻജിറോട് ചോദിക്കുമ്പോൾ ടാൻജിറോ മിറ്റ്സൂരി പറഞ്ഞതുപോലെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പറയും. അത് കേൾക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനും ഒന്നും മനസ്സിലാവില്ല. അതിനുശേഷം ടെങ്കൻ രാവിലെയുള്ള അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി ദൂരെയുള്ള ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് ആ മല ഒരു റൗണ്ട് ഓടി തിരിച്ചു വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ എല്ലാവരും പതിയെ പതിയെ മല കയറാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ടെങ്കന്റെ ഭാര്യയായിട്ടുള്ള ഹിനാറ്റ്സുരു പറയും, മിസ്റ്റർ ടെങ്കൻ പുറത്ത് ഇത്ര ക്രൂരനായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അകത്ത് അദ്ദേഹം പാവമാണ്. എന്നിട്ട് മാക്കിയോ പറയും, അത് ശരിയാണ്, കഴിഞ്ഞ ദിവസം ഒരുത്ത മലയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതുവരെ മിസ്റ്റർ ടെങ്കൻ ഒന്നും തിന്നില്ല, പക്ഷെ അവനെ തിരിച്ച് മലയിൽ നിന്ന് കൊണ്ടുവന്നതും മിസ്റ്റർ ടെങ്കനാണ് എന്ന് പറഞ്ഞവര് മൂന്നുപേരും ചിരിക്കുമ്പോൾ അവിടേക്ക് ടെങ്കൻ വന്നിട്ട്, നിനക്കറിയില്ലേ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ കഴിയുമെന്ന്, അതുപോലെ ഇവരെ എന്നെ ഏൽപ്പിച്ചത് മാസ്റ്ററാണ്, അതുകൊണ്ട് ഇവർക്കൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ചുമതല എനിക്കാണ്. അങ്ങനെ ടാൻജിറോ അവിടെ നിന്ന് ഓടി പോകുമ്പോൾ അവൻ ചിന്തിക്കും, ഹാഷിരകളൊക്കെ സത്യത്തിൽ നല്ല മനസ്സുള്ളവരാണ് എന്ന് ടാൻജിറോ പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അത് ടാൻജിറോയും ഗിയുവും ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്ന സമയത്ത് ടാൻജിറോ ഭക്ഷണം തിന്ന് അവൻ ഇനി ഒന്നും തിന്നാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി. പക്ഷെ ടാൻജിറോ അവന്റെ മനസ്സിൽ ചിന്തിക്കും, ഞാനിപ്പോ തോറ്റുപോയാൽ മാസ്റ്ററിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല, ഗിയുവിനെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് ഇതേ ഉള്ളൊരു വഴി, അതുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്ന് ടാൻജിറോ പറയുമ്പോൾ ഗിയു അടുത്തൊരു പ്ലേറ്റ് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഗിയു ടാൻജിറോട് പറയും, നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഈ കോമ്പറ്റീഷന് തോറ്റുപോയാൽ ഞാൻ ഹാഷിറ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വരണമെന്ന്, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അഥവാ ജയിച്ചാൽ എനിക്ക് ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ടാൻജിറോ ഇടറിക്കൊണ്ട് അതേന്ന് പറയും. ഇപ്പോൾ ഗിയുവിന് അവന്റെ ഭക്ഷണം എത്തി. എന്നിട്ട് ഗിയു അയാളോട് പറയും, ടാൻജിറോയ്ക്കും ഒരു പ്ലേറ്റ് ഭക്ഷണം കൊടുക്കാൻ. ടാൻജിറോ, ഇതെന്റെ അവസാനത്തെ പ്ലേറ്റ് ആണ്, അതുകൊണ്ട് നീ ഒരു പ്ലേറ്റ് കൂടെ എക്സ്ട്രാ തിന്നാൽ നീ ജയിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ഹാഷിറ ട്രെയിനിങ്ങിലേക്ക് വരും. അത് കേട്ട് ടാൻജിറോ സന്തോഷിക്കുന്നു. എന്നിട്ട് ഗിയു ടാൻജിറോട് പറയും, എന്നാ തുടങ്ങിക്കോ. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം തിന്നുന്നു. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഒബനായി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സനമിയെയാണ്. അപ്പോഴവിടേക്ക് ഒബനായി വരുന്നു. എന്താ ഞാൻ ലേറ്റ് ആയോ? ഞാനും ഇപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്. അതിരിക്കട്ടെ, നിനക്ക് മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് സനമി ചോദിക്കുമ്പോൾ ഒബനായി പറയും, അപ്പർ റാങ്ക്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, എന്റെ കാര്യവും അതുപോലെ തന്നെയാണ് എന്ന് സനമി. പക്ഷെ കോർപ്പിലെ മെമ്പേഴ്സിനെ ട്രെയിനിങ് ചെയ്യണമെന്നത് മാസ്റ്ററിന്റെ ആഗ്രഹമാണ്, അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. ഇനി പറ, നീ എന്തിനാണ് ഈ സമയത്ത് എന്നെ വിളിച്ചത് എന്ന് ഒബനായി ചോദിക്കുമ്പോൾ സനമി പറയും, ഞാൻ എപ്പോഴും ആ ഒരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറയുന്നത് ആ കൊട്ടാരത്തിനെ പറ്റിയുള്ള കാര്യമാണോ? നമ്മൾ വിചാരിച്ചു നമുക്ക് ആ ഡീമണെ പിടിക്കാൻ കഴിയുമെന്ന്, പക്ഷെ എങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും ഡീമൺസ് കാണാതായത്? ആ എല്ലാ ഡീമൺസും ഒരൊറ്റ നിമിഷം കൊണ്ട് കാണാതായി, ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ. എന്തായിരിക്കും ആ വാതിലിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഇനി നമ്മൾക്കറിയാത്ത ഡീമൺസിന്റെ വല്ല ഒളിത്താവളവുമാണോ അത് എന്ന് ഒബനായി പറയുമ്പോൾ സനമി പറയും, ഞാൻ ആ കൊട്ടാരം മുഴുവൻ പല തവണയായിട്ട് അരിച്ചു പെറുക്കി, പക്ഷെ എനിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒബനായി, അന്ന് മുതലാണ് ഡീമൺസിനെ കാണാതായത്, അവര് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോൾ സനമി പറയും, എന്നാൽ ഉറപ്പാണ് അവരുടെ ടാർഗറ്റ് കമാഡോയുടെ അനിയത്തി തന്നെയാണ്. ശരിയാണ്, എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഒബനായി. ഷേ, ഇനി അത് എന്തൊക്കെയാണെങ്കിലും അത് ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് സനമി നടന്നു പോകുമ്പോ ഒബനായി പറയും, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ? എനിക്കൊരു കാര്യം കേൾക്കണ്ട, പകരം ഞാനൊന്ന് പറയാം, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്താലോ? അത് ഞാൻ നിന്നോട് ആദ്യം പറയാനിരിക്കുകയായിരുന്നു എന്ന് ഒബനായി. അതിനുശേഷം കാണിക്കുന്നത് ടെങ്കന്റെ ഭാര്യമാർക്ക് അടുക്കളയിലേക്ക് പാത്രമൊക്കെ എടുത്തു വയ്ക്കാൻ സഹായിക്കുന്ന ടാൻജിറോയെയാണ്. അപ്പോൾ അവർ ടാൻജിറോയ്ക്ക് കുറച്ച് ചായ കൊടുക്കുന്നു. അത് കുടിക്കുന്ന അവന് കുറച്ച് സമാധാനമായി. ഇപ്പോൾ ടാൻജിറോയോട് ഹിനാറ്റ്സുരു പറയും, ടാൻജിറോ, എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അതിന് ടാൻജിറോ, ഹേയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം അവിടെ വെച്ച് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല ഫൈറ്റ് ചെയ്തത്, എന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, നീയും നിന്റെ അനിയത്തിയും ആ പന്നിത്തലേനും ആ മഞ്ഞമുടിയുള്ള പയ്യനും അതുപോലെ മിസ്റ്റർ ടെങ്കൻ. ഇതിൽ ഒരാൾ പോലും കുറവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തെ സൂര്യനെ കാണില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും ടെങ്കനും ഒരിക്കലും ജീവനോടെ തിരിച്ചു പോവില്ലായിരുന്നു. അതൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ഹിനാറ്റ്സുരു കരയുന്നു. അപ്പോൾ മാക്കിയോ പറയും, മിസ്റ്റർ ടെങ്കന് ഇപ്പോഴും യുദ്ധത്തിന് പോകാൻ ആഗ്രഹമുണ്ട്. അത് കേട്ട് സുമ, അദ്ദേഹം ഇത് രാത്രിയും പറയാറുണ്ട്, ഉറങ്ങിയതിനു ശേഷവും പലപ്പോഴും പിച്ചും പേയായിട്ട് ഇത് പറയാറുണ്ട്. എന്നിട്ട് ഹിനാറ്റ്സുരു പറയും, ടാൻജിറോ, നീ മൂസാൻ കിബുട്സുജിയെ പരാജയപ്പെടുത്തണം. അതിന് ടാൻജിറോ അതേന്ന് പറയുന്നു. അതിനുശേഷം ഒരു വൈകുന്നേരം ടെങ്കൻ പറയും, നമ്മളിന്ന് മലമുകളിൽ നിന്ന് കുറെ ദൂരം പോകുന്നത് ക്യാൻസൽ ആക്കിയിരിക്കുന്നു, അതിനു പകരം ഇന്നൊരു സ്പെഷ്യൽ ട്രെയിനിങ് സെക്ഷൻ ആണ്, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ മലയിലേക്ക് കയറ്. നമ്മൾ എപ്പോഴും രാത്രിയാണ് ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കണ്ണ് തയ്യാറാക്കി വെക്കൂ. ഇങ്ങനെ നിങ്ങളുടെ ഇരുട്ടിൽ ഫൈറ്റ് ചെയ്യാനുള്ള സ്കില്ല് വർദ്ധിക്കും. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ മുതൽ ഞാനൊരു ഡീമൺ ആണ്, ഒരു ഡീമൺ നിങ്ങളെ തിന്നും, അതുകൊണ്ട് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചോ. അതുപോലെ ടാൻജിറോ, ഈ ഒരു ഫൈറ്റിൽ നീ നിന്റെ കൂടെയുള്ള ആൾക്കാരെ രക്ഷിക്കുകയും വേണം, അതുപോലെ എന്റെ കൂടെ പോരാടുകയും ചെയ്യണം. അങ്ങനെ എല്ലാവരും ടെങ്കൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ടെങ്കൻ ആക്രമിക്കാൻ തുടങ്ങി. ആർക്കും ഒന്ന് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ടെങ്കൻ അവരെ വന്ന് അടിച്ചു താഴത്തേക്ക് ഇട്ടു. എല്ലാവരും പതിയെ പതിയെ താഴെ വീണുകൊണ്ടേയിരുന്നു. ടെങ്കന്റെ ഓരോ അനക്കവും ടാൻജിറോയ്ക്ക് ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ടാൻജിറോ അവന്റെ മനസ്സിൽ ചിന്തിക്കും, ടെങ്കൻ ഉസൂയി ഒരു ഫോർമർ നിഞ്ച, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇതിൽ കവിഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കിപ്പോൾ അദ്ദേഹത്തിന്റെ സ്മെല്ല് ട്രാക്ക് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം എവിടെയാണ്? ഇതേ സമയത്ത് ടെങ്കൻ ഉസൂയി നിൽക്കുമ്പോൾ
പെട്ടെന്ന് ചന്ദ്രന്റെ പ്രകാശത്തിൽ അദ്ദേഹത്തിന് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു ഡീമൺ സ്ലെയർ പറയും, ഒരു ഹാഷിരയുടെ കൂടെ ഞങ്ങൾക്ക് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് ടെങ്കൺ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, എന്താ ഡീമൺസ് നിന്റെ അടുത്തേക്ക് വരുമ്പോഴും നീ ഇത് തന്നെയാണോ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിന് കുത്തി ബോധം കെടുത്തി കളയും. അത് കാണുന്ന ടാഞ്ചിറോ എല്ലാവരോടും വിളിച്ചു പറയും, ടെങ്കൻ ഉസൂയി ഒരു ഫോർമർ ഹാഷിര, നമ്മൾക്കൊരിക്കലും അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് കാണാൻ കഴിയില്ല, അതുകൊണ്ട് എല്ലാവരും എന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്ക്. അത് കേട്ട് എല്ലാവരും ടാഞ്ചിറോന്റെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ ടെങ്കൻ രണ്ട് ഡീമൺ സ്ലേയേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ടാഞ്ചിറോ മുന്നിലേക്ക് കയറി രണ്ടുപേരെയും രക്ഷിച്ചു. എന്നാൽ അവരുടെ ഒരു ഏറ്റുമുട്ടലില് ചുറ്റുമുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും തെറിച്ച് ദൂരേക്ക് വീണു. ടാഞ്ചിറോ അങ്ങനെ തന്നെ എന്ന് ടെങ്കൻ, ഇദ്ദേഹം ഒരു കൈ കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടും ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്, ടെങ്കൻ ഉസൂയി ശരിക്കും അമേസിംഗ് ആണ് എന്ന് ടാഞ്ചിറോ പറയുന്നു. ശേഷം രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അത് കാണുന്ന ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് അപ്പോൾ ഇതാണ് അവരുടെ ഫൈറ്റ്, അപ്പർ മൂണിന്റെ കൂടെ പിടിച്ചു നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേരുടെ ഫൈറ്റ്. ഇവിടെ ടെങ്കൻ വിചാരിക്കും, ടാഞ്ചിറോ നീ പഴയതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പൊ ടാഞ്ചിറോയുടെ ഈ ഒരു ഫൈറ്റ് കണ്ട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സിനും ധൈര്യം വരുന്നു. അങ്ങനെ അവര് ടെങ്കനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് കാണുന്ന ടെങ്കനും ഒരുപാട് സന്തോഷമായി. ശേഷം എല്ലാ ഡീമൺ സ്ലേയേഴ്സും ടെങ്കൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ടെങ്കൻ ഉസൂയി പറയും, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഒരു റിട്ടയർഡ് ആയ ഹാഷിരയുടെ കൂടെ നിങ്ങൾ തോറ്റുപോയി എന്ന്, നിങ്ങൾക്ക് തീരെ ശക്തിയില്ല. അപ്പോൾ മറ്റൊരു ഡീമൺ സ്ലെയർ പറയും, ഞങ്ങൾക്ക് കഴിയില്ല, ഒരു ഫോർമർ ഹാഷിരയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതിന് ടെങ്കൻ, ഞാൻ നിന്നെയൊക്കെ ട്രെയിനിങ് ചെയ്തത് പേടിച്ച് മാറിപ്പോവാനല്ല, എനിക്കറിയാം, പക്ഷേ എനിക്കൊന്നറിയാം, ഹാഷിരകളും ടാഞ്ചിറോയും ചേർന്ന് അപ്പർ മൂണുകളെയും മൂസൻ കിബിറ്റ്സുജിയെയും തോൽപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട്, എനിക്കും എന്നിങ്ങനെ കൂടി നിൽക്കുന്ന ഡീമൺ സ്ലേയേഴ്സും പറയുന്നു. ഇപ്പൊ മറ്റൊരു ഡീമൺ സ്ലെയർ പറയും, ഞങ്ങളെ കൊണ്ട് ട്രെയിനിങ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് സ്ട്രോങ് ആവും, അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളെ ഇവരെ സഹായിക്കും. ഇവര് പറയുന്നത് കേൾക്കുന്ന ടെങ്കന് ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ അടുത്ത ദിവസം ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടെങ്കൻ ടാഞ്ചിറോട് പറയും, ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവര് സ്ട്രോങ് ആവും, എനിക്ക് ഉറപ്പുണ്ട്, അതുപോലെ നിനക്ക് വേണ്ടി ഇനി ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് നിനക്ക് പോവാം. നമ്മൾ തീർച്ചയായിട്ടും അപ്പർ മൂണുകളെ പരാജയപ്പെടുത്തും, പക്ഷെ മൂസൻ കിബിറ്റ്സുജിയെ പരാജയപ്പെടുത്തുന്നത് വരെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു, ഞാൻ തീർച്ചയായിട്ടും അവനെ പരാജയപ്പെടുത്തും എന്ന് ടാഞ്ചിറോ. അതിനുശേഷം ടാഞ്ചിറോ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി. പോകുന്നതിന് മുന്നേ ടാഞ്ചിറോ പറയും, ചിലപ്പോൾ നമുക്ക് അടുത്ത ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം. അത് കേൾക്കുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും, ടാഞ്ചിറോ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമുണ്ട്, അതുപോലെ ഞങ്ങൾ എന്തായാലും അടുത്ത ട്രെയിനിങ്ങിൽ നിന്നെ കാണും. അങ്ങനെ ടാഞ്ചിറോ എല്ലാവരോടും നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയി. ശേഷം അവൻ മുയിച്ചിരോയുടെ ട്രെയിനിങ് ബേസിലേക്ക് എത്തി. അവിടേക്ക് കയറി ചെല്ലുന്ന ടാഞ്ചിറോ കാണുന്നത് എല്ലാത്തിനെയും അടിച്ചിട്ട് നിൽക്കുന്ന മുയിച്ചിരോയെയാണ്. നീ എന്താ ഈ പറയുന്നേ, നിനക്ക് ഇതുപോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡീമൺസ് നിന്നെ തിന്നും. അത് കേൾക്കുന്ന ഡീമൺ സ്ലെയർ മുയിച്ചിരോയ്ക്ക് നേരെ ചാടി വരുന്നു. പക്ഷെ മുയിച്ചിരോ അവനെ അടിച്ച് താഴെയിടുന്നു. എന്നിട്ട് അവനോട് പറയും, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇതൊരു യഥാർത്ഥ ഏറ്റുമുട്ടലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ 3 തവണ മരിച്ചു പോയനെ എന്ന് മുയിച്ചിരോ പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച കണ്ണ് അത് എത്രാമത്തെ അപ്പർ മൂണിന്റേതാണ്, അത് ഏത് അപ്പർ മൂൺ ആണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.